ആളുകൾ അത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവരുടെയൊക്കെ അജണ്ടകൾ, ഇവർ ചില അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇവരുടെ വാക്കിൽ നിന്നും ഇവരുടെ പ്രവൃത്തിയിൽ നിന്നും ഇവരുടെ സംസാരത്തിൽ നിന്നും ഇവരുടെ വായയിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ കൊണ്ടും നമുക്ക് സ്ഥിരപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇവരെ ഇത്രമാത്രം ഭയപ്പെടുത്തുന്നത് എന്താണ്? ഇവരെ ഇത്രമാത്രം ഭയപ്പെടുത്തുന്നത് ഈ തലമറച്ച് വരുന്ന കുട്ടികൾ ഇന്ന് സമൂഹത്തിന്റെ പല വിധങ്ങളിൽ പല മേഖലകളിൽ കഴിവ് തെളിയിച്ച് അവർ ഉന്നതിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ ഈ വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിന്ന ഒരു സമുദായം, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരു സമുദായം ഇന്ന് അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കാലം മാറിയപ്പോൾ അതിന്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ വിദ്യാഭ്യാസം അനിവാര്യമാണെന്നുള്ള തിരഞ്ഞെടുപ്പ് തിരിച്ചറിവിൽ നിന്ന് ഇത്തരത്തിൽ മുന്നോട്ട് വരികയും അതങ്ങനെ വെട്ടിപ്പിടിച്ച് കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ഇവർക്കൊക്കെ വല്ലാതെ ഹാലിളകുന്നുണ്ട്, ഇവരൊക്കെ വല്ലാതെ അസ്വസ്ഥരാകുന്നുണ്ട്. അതിന്റെയൊക്കെ ഏറ്റവും വലിയ ബാക്കി പത്രമാണ് ഈ പറയുന്ന പള്ളുരുത്തിയിലെ ഈ അസഹിഷ്ണുത. പക്ഷേ ഇവിടെ വേദനിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത വ്യക്തി അവർ ധരിച്ചിരിക്കുന്ന ആ തിരുവസ്ത്രത്തിന്റെ പവിത്രത കൂടി കളങ്കപ്പെടുത്തുന്നു. അവർ മാനദണ്ഡമാക്കേണ്ട അല്ലെങ്കിൽ അവർ മാതൃകയാക്കേണ്ട ബൈബിളിനെ പോലും, ബൈബിളിന്റെ അധ്യാപനങ്ങളെ പോലും തള്ളിക്കൊണ്ടാണ് ഇവർ ഈ പ്രവൃത്തി നടത്തിയിരിക്കുന്നത്. ആ ബൈബിളിന്റെ അധ്യാപനങ്ങളെ തള്ളിക്കളഞ്ഞത് ഒരു തിരുവസ്ത്രമിട്ട ഒരു സ്ത്രീയാണെന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നുന്നു. ഇത് വളരെ മ്ലേച്ഛമായ ഒരു പ്രവൃത്തിയാണെന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല.